ഹായ് ഹലോ എല്ലാവർക്കും 56ാമത്തെ ദിവസത്തെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ വരെ പറഞ്ഞു ആദില ആൻഡ് അനീഷ് ഇഷ്യൂ ബോറായി തുടങ്ങിയെന്ന്. ലൈവിലൊക്കെ കാണുമ്പോൾ എന്ത് ഇറിറ്റേഷൻ ആണെന്ന് അറിയാം ഉണ്ടാക്കുന്നത്. അതിനുശേഷം ജിഷിൻ്റെ എവിക്ഷൻ ആയിരുന്നു. ഇത് ഞാൻ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത കാര്യമാണ്. പുള്ളിക്കാരന് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നില്ല. ഒന്നല്ലെങ്കിൽ അക്ബറിൻ്റെ ഏറ്റുപിടിക്കുക, അല്ലെങ്കിൽ ഷാനവാസ് ഖാൻ്റെ ഏറ്റുപിടിക്കുക. ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ മെയിൻ പരിപാടിയായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുള്ളി പോകാൻ കാരണവും. അതിനുശേഷം അവാർഡ് നൽകുന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അക്ബറിന് കിട്ടിയ ഒരു അവാർഡ് മഞ്ഞപ്പത്രം എന്നതാണ്. അക്ബറിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ മഞ്ഞപ്പത്രം എന്നത് കിട്ടിയതെന്ന്. ഞാൻ ജെനുവിനായിട്ട് എല്ലാവരുടെയും മുഖത്ത് നോക്കി കാര്യം പറഞ്ഞതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ടാഗ് ചെയ്തത് എന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഇവർ തന്നെയാണ് ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി കളിച്ചത്. ഇതിൽ നിന്ന് വ്യക്തമായില്ലേ ലാലേട്ട എന്ന പോലെ അക്ബർ പറയുന്നുണ്ട്. കുറിക്കുകൊള്ളുന്ന മറുപടി ഏത് സമയം അക്ബർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനപ്രിയനായ അക്ബർ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ ചിലവരുടെ മനസ്സിൽ നിൽക്കാൻ കാരണമെന്ന് ഞാൻ കണക്കാക്കുന്നു. പിന്നെ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മുടെ അഭിലാഷിൻ്റെ എവിക്ഷൻ. ഞാൻ കരുതിയത് ഒനിയിൽ ഓൾറെഡി ക്യാപ്റ്റനാണ്, അപ്പം ഒനിയിലെ വോട്ടും കൂടെ അഭിലാഷിന് കിട്ടുമെന്നാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നല്ല PR വർക്ക് പുറത്ത് നടപ്പുണ്ട്. അതുകൊണ്ടാണ് അഭിലാഷ് ഈ സമയം പോയത്. അല്ലെങ്കിൽ അഭിലാഷിനേക്കാളും കുറച്ച് കളിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ. അവരിൽ ആരെങ്കിലും പോയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഗെയിം കളിക്കുന്നവർ ബിഗ് ബോസ് വീട്ടിൽ അവസാനം ആകുമ്പോഴേക്കും ഉണ്ടാകത്തില്ല. നല്ല ഗെയിം കളിക്കുന്നവരൊക്കെ ആദ്യമേ പോവും. ഈ PR വർക്ക് കൊണ്ട് പിടിച്ചു വെക്കുന്നവർ അവിടെ നിൽക്കുകയും ചെയ്യും. ലാലേട്ടൻ പറയുകയുണ്ടായി നല്ല ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്ന ഒരു ഷോയാണ് എന്ന്. നല്ല PR വർക്ക് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സിജിയൊക്കെ പറയുന്നുണ്ടായി. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്വാളിറ്റി തന്നെ ഇടിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ലാലേട്ടൻ എത്ര പ്രയത്നിച്ചിട്ടും കാര്യം ഉണ്ടാവില്ലാത്തുള്ള ഒരു തലത്തിലേക്ക് എത്തും. പിന്നെ അടുത്ത കാര്യം ലാലേട്ടൻ പറഞ്ഞത്, അടുത്ത വീക്കാണ് ഫാമിലി വീക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മേ ബി അത് ബിക്കോസ് ഓഫ് ആദില ആൻഡ് നൂറയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. സോ ആദില നൂറേൻ്റെ ഫാമിലിയൊക്കെ വന്ന് എല്ലാവരും നല്ല അടിപൊളിയാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.